സെഷനുകളായിട്ട് നമ്മൾ കുറെ സെഷൻസ് ഉണ്ട് ഓറിയന്റേഷൻ്റെ, നമ്മൾ 7-8 സെഷൻസ് ഉണ്ട് എന്ന് നമ്മൾ നീട്ടി പറഞ്ഞു പോയി. അങ്ങനെ അധിക നാളുകൾ എന്താ എത്രയും പെട്ടെന്ന് അങ്ങ് ദിവസങ്ങൾ പോയതുപോലെ ഏറ്റവും ലാസ്റ്റ് സെഷനായ 8th സെഷനിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഫസ്റ്റ് സെഷനൊക്കെ വന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ തമ്മിൽ നമ്മൾ പരിചയപ്പെട്ടു, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, നമ്മൾ ആരൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തു. ദെൻ കുറെ ഇഗ്നോയുടെ ഡീറ്റെയിൽസ് കുറെ നമ്മൾ പഠിച്ചിരുന്നു, ലേൺ വൈസിനെ കുറിച്ച് പഠിച്ചു, EEPയുടെ കാര്യങ്ങളും ഹാപ്പിനെസ് അംബാസഡർ, അങ്ങനെ നമുക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്ന മേഖലകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്ത് വന്നു. ഇനി നമ്മളുടെ ഒരു ലാസ്റ്റ് സെഷൻ, ഓറിയന്റേഷന്റെ ലാസ്റ്റ് സെക്ഷൻ, പക്ഷെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇനി പഠനത്തിലോട്ട് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അതായത് ഇത്രയും നേരം നമ്മൾ ജനറൽ ഇൻഫർമേഷൻസ് ആണ് പഠിച്ചത് എങ്കിൽ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് അതൊരു ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമുക്കൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പല സെഷൻസിൽ നമ്മൾ കേട്ടു. ആ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ടൈം ടേബിൾ ലോഞ്ച് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ മുന്നോട്ട് കടക്കുന്നത്. അതില് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു ലേൺ വൈസ് ടീമാണ്, നിങ്ങൾ അതിന്റെ മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ പലപ്പോഴും ആ രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്തു, നമ്മൾ ടീമാണെന്നെല്ലാം പറഞ്ഞു. ഇനി ആ ഒരു ടീമായിട്ട് നമ്മളെ ഇതിൽ നിർത്താൻ സഹായിച്ച, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ പുറകില്. അപ്പം അവർക്ക് ആദ്യം തന്നെ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർത്ത്, അതിൽ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ മുഹമ്മദ് അമ്മൻചാണ്ടി സാറ്, നമ്മുടെ ലേൺ വൈസിന്റെ CEO, പിന്നെ ഡയറക്ടറായ നൗഫൽ സാറ് വളരെ തിരക്കുണ്ട്, പക്ഷെ എങ്കിലും കഴിവതും നമ്മളുടെ ഈ സെഷനിൽ നമ്മളുടെ കൂടെ മിക്കവാറും ജോയിൻ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിൻ ചെയ്യുവാണെങ്കിൽ സാറിന്റെ വാക്കുകളും കേൾക്കാൻ നമുക്ക് ഒരു ഇടയാകും. ദെൻ നമ്മളുടെ കോഫൗണ്ടറായ റസൽ സാറ്, റഹീസ് സാറ്, പിന്നെ നമ്മളുടെ മെന്റർഷിപ്പ് ടീം ലീഡായ ലിൻസി മാം, നിങ്ങൾ ഓൾറെഡി പല സെഷൻസിലും പലരെയും നിങ്ങൾ പരിചയപ്പെട്ട് കാണും. പിന്നെ അക്കാഡമിക് ഹെഡ് കോർഡിനേറ്റർ ആയ അശോക് സാറാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്ന് ടൈം ടേബിൾ ലോഞ്ച് ചെയ്തു തരുന്നത്. പിന്നെ സാദിയ മാം ഉണ്ട്, നമ്മളുടെ അഡ്മിഷൻ ലീഡ് ഹെഡ് ആണ്. ഇങ്ങനെ കുറെ പേരുടെ ഒരു ബാക്ക് സപ്പോർട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് ആണ് നമ്മളുടെ ഈ ഒരു ടീം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മൾ കൂടിച്ചേരാൻ തന്നെ വലിയ കാരണമായി. അപ്പം അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷനിലോട്ട് കിടക്കാം. ഫസ്റ്റില് നമുക്ക് സാദിയ മാമിനെ വിളിക്കാം. സാദിയ മാം, ഓവർ ടു യു. Okay, so hi everyone. എൻ്റെ പേര് സാദിയ, ലേൺ വൈസിലെ അഡ്മിഷൻ ടീം ഹെഡ് ആണ്. സോ നിങ്ങളിപ്പം എൻ്റെ ടീമിൽ ഏതെങ്കിലും ഒരു മെമ്പറിനെ ജോയിൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്ന് ഇവിടെ ലൈക്ക് ഈ ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. So first of all, എൻ്റെ ടീമിന്റെ ബിഹാഫിൽ like on the behalf of my entire team member, welcome to the Learn Wise family. സോ ഇവിടെ ലൈക്ക് നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു എയിം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗോൾ വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. For many people it could be like professional growth, for others it could be like personal growth. ചില ആൾക്കാർക്ക് ലൈക്ക് ഹയർ എഡ്യൂക്കേഷൻ ലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും, ഫോർ PG or PhD ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഫോർ സം ഇറ്റ് കുഡ് ബി ലൈക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. സോ വാട്ട് എവർ ഇസ് യുവർ ഗോൾ, ഐ വുഡ് ലൈക്ക് ടു വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ആ ഒരു ഗോള് നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഈ ഒരു ജേർണിയിൽ മേബി നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് വന്നേക്കാം, കാരണം നിങ്ങൾ ഓൾറെഡി വേറെ ലൈക്ക് വേറെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. ചില ആൾ ഓൾറെഡി ജോബ് ചെയ്യുന്നതായിരിക്കും, ചില ലൈക്ക് ഫീമെയിൽസ് ആണെങ്കിൽ അവർ ഹൗസ് വൈഫ്സ് ഒക്കെ ആയിട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ പ്ലസ് എനിക്കൊരു അഡീഷണലി പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഈ ലേൺ വൈസിൽ 2 അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് EEP, ഇംഗ്ലീഷ് എൻഹാൻസിംഗ് പ്രോഗ്രാം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാപ്പിനെസ് അംബാസിഡർ. സോ ആ 2 പ്രോഗ്രാംസും നമുക്കൊരു നോർമൽ കോളേജ് സെറ്റിംഗ്സിൽ നോർമലി കിട്ടാതെ ഒരു 2 ഫീച്ചേഴ്സ് ആണ്. സോ അതും നിങ്ങൾ ഈ ഒരു അക്കാഡമിക്സിന്റെ കൂടെ അതും കൂടി പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇതിൽ വരുന്ന എന്തെങ്കിലും ലൈക്ക് ചലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർ മെന്റേഴ്സ് വിൽ ബി ദെയർ ഫോർ യു ടു ഗൈഡ്. ആൻഡ് ബാക്ക് ബോൺ ആയിട്ട് വരുന്ന നമ്മുടെ കോർ ടീം മെമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ഹെൽപ്പിന് അവൈലബിൾ ആയിരിക്കും. സോ ഓൺ ദാറ്റ് നോട്ട് ഞാൻ എൻ്റെ വേർഡ്സ് കൺക്ലൂഡ് ചെയ്യാണ്. സോ താങ്ക് യു എവറി വൺ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.
ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഏറ്റവും നോക്കിക്കൊണ്ടിരുന്ന ടൈം ടേബിൾ ലോഞ്ച്, അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏത് സബ്ജക്ട് ആദ്യം പഠിക്കണം എന്നതിനെ കുറിച്ചെല്ലാം ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി നമ്മുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററായ അശോക് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അശോക് സാർ, ഓവർ ടു യു. താങ്ക് യു സ്നേഹ മാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറിയന്റേഷന്റെ 8th സെഷനിലാണ് ഓൾറെഡി സ്നേഹ മാം ഒക്കെ പറഞ്ഞ പോലെ 8th സെഷനിലാണ് നിങ്ങൾ തന്നെ. നമ്മളിപ്പോൾ ഇന്നിവിടെ നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ആണ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ ലോഞ്ച്. നിങ്ങൾ കോളേജിലും കാര്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഇത്, നമ്മുടെ ടൈം ടേബിൾ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് ടൈം ടേബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ BBAയുടെ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെമസ്റ്റർ 1, സെമസ്റ്റർ 2 എന്ന് കാണാം. അതിൽ സെമസ്റ്റർ 1 എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ കാണാം. നിങ്ങൾക്ക് എന്താണ് അതിന്റെ 4 സബ്ജക്റ്റുകൾ കാണാം, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കാണാം, ഹാപ്പിനെസ് സെഷൻസ് കാണാം. അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളും അതിലുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഏത് സബ്ജക്റ്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണി മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെമസ്റ്റർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് 4 പേപ്പറാണ് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാണ്ടായിരിക്കുക. ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഒരു പേപ്പർ കഴിഞ്ഞ ഒരു പേപ്പർ തുടങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് പറഞ്ഞ കോർ പേപ്പറാണ്. ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് പറഞ്ഞ എന്താണ്, നമ്മുടെ ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഈ 2 പേപ്പർ നമ്മൾ പാരലൽ ആയിട്ട് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കി ഫസ്റ്റ് ഫെബ്രുവരി 1-ാം തീയതി നിങ്ങൾക്ക് 2 ലെസൺസ് ആണ് ഉണ്ടാവുക. ഒന്ന് 10:30 നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസും, അതുപോലെ രാത്രി ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ലെസൺ 1 ആണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ സ്റ്റോറിൽ പോയി റെക്കോർഡർ വീഡിയോസ് എടുത്ത് കാണേണ്ടത് ഈ 2 വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ 10:30 തന്നെ കാണണോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് രാവിലെ എനിക്ക് ഫ്രീ എങ്കിൽ എന്ത് ചെയ്യുക, ഈ 2 വീഡിയോസ് രാവിലെ തന്നെ കാണുക. അതല്ല നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് രാത്രി നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ്, എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് നിങ്ങൾ ഫ്രീ ആവുന്നെങ്കിൽ എന്ത് ചെയ്യുക, രാത്രി ഈ 2 വീഡിയോസും കാണാം. അങ്ങനെ ആ ഒരു ഫെബ്രുവരി 16 അല്ലെങ്കിൽ ഫെബ്രുവരി 6 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെബ്രുവരി 7 വെച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലെസൺസ് ഒന്നുമില്ല. അവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്, ഒരു റിവിഷൻ ടൈമാണ്. റിവിഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1 വീക്ക് കണ്ട ലെസൺസിന്റെ അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് ആയിട്ട് ലൈവിൽ വരും. നിങ്ങൾക്ക് അതിന്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരും. ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്താ ഒരു സമ്മറി പോലെ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഒരു 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 7, 8 കഴിഞ്ഞാൽ വീണ്ടും 9th എന്ത് ചെയ്തു, നമ്മൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ലെസൺസ് ആണ് 2 വരുന്നത്. ഈ ടൈം ടേബിൾ പോലെ ഫോളോ ചെയ്യുക. 12-ാം തീയതി നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈവ് സെഷൻ ആണ്. അപ്പൊ ആ ദിവസം എന്താണ്, നിങ്ങൾക്ക് ബിസിനസ് ഓർഗനൈസേഷന്റെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിന്റെ 8 ലെസൺസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റർ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ ഒരു ലൈവ് സെഷൻ വെക്കും, അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വെറുതെ വീഡിയോസ് കണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ കൂടെ അതിന്റെ എന്ത് ചെയ്യണം, അതിന്റെ വാനിറ്റി വായിക്കണം, അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ദിവസം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ വാനിറ്റി ഒന്നും ഉണ്ടാവില്ല. ലെസൺ 1 ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് വീഡിയോ കണ്ടു. എല്ലാ വീഡിയോസും മാക്സിമം 40 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ ആഡ് നോട്ട് നോക്കുക, അതിന്റെ എക്സാം പീരിയഡ് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അല്ലെങ്കിൽ സബ്ജക്ട് എന്താണെന്നൊക്കെ നിങ്ങളെ മെന്റേഴ്സ് നിങ്ങളെ സബ്ജക്ട് സിലബസ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് കാണുക, എന്നിട്ട് അങ്ങനെ പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഓരോ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമുക്ക് എന്താണ് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. അന്ന് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ അല്ലെങ്കിൽ ഫാക്കൽറ്റി നിങ്ങളുടെ സൂം മീറ്റിംഗ് വഴി ലൈവിൽ വന്ന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും. എഗെയിൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സബ്ജക്ട് കംപ്ലീറ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ് ലെസൺ 25 to 30 വെച്ച് നിങ്ങൾ അത് നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസിൽ എല്ലാ ലെസൺസും 5 മിനിറ്റിന്റെ ഒക്കെ ലെസൺ ആട്ടോ. അപ്പൊ 5 ലെസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ കാണാനുള്ളതേ കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടിരിക്കുന്നത്. ചെറിയ ലെസൺസ് ആയിരിക്കും. അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അതിന്റെ കോഴ്സിന്റെ വരുന്നത്.
അങ്ങനെ അത് കമ്പൈൻ ചെയ്ത് കാണുക. അത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ലൈവ് സെഷൻ കാണും. അത് വീണ്ടും നിങ്ങൾ ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന്റെ ലൈവ് സെഷൻ കാണും. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ബ്ലോക്കാണ് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. അതിന്റെ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് വർക്കിലെ 4 സബ്ജക്റ്റിൽ 2 എണ്ണം കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ആവും പറഞ്ഞാൽ എങ്ങനെ കംപ്ലീറ്റ് ആവുന്നത്? നിങ്ങൾ അതിന്റെ വാല്യൂ ആഡ് നോട്ട്സ് നിങ്ങൾ വായിച്ചു, നിങ്ങൾ അതിന്റെ SLM വായിച്ചു, നിങ്ങൾ അതിന്റെ റെക്കോർഡ് ക്ലാസ് കണ്ടു, അതുപോലെ എന്ത് ചെയ്തു, നിങ്ങൾ അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ചെയ്തു. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ ഉണ്ട്, അത് കഴിഞ്ഞാൽ സൺഡേ ക്ലാസ്സിൽ. ഈ സൺഡേ ലീവ് കൊടുക്കുന്നത് എന്തിനാ? നമ്മൾ സൺഡേ നിങ്ങൾ അക്കാഡമിക് ഹോളിഡേ ആയിട്ടല്ല കണക്കാക്കുന്നത്. ഇവിടെ എന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ കുറെ തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ലെസൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഇനി ഒന്നും കൂടിയും കാണണം, മനസ്സിലായിട്ടില്ല എന്നെങ്കിൽ ആ ദിവസങ്ങൾ അത് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻസിന്റെ ദിവസങ്ങൾ വേറെ ഒന്നും വീഡിയോസ് കാണാണ്ടാവില്ല അല്ലെ, അന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കണ്ടു തീർക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടു തീർക്കാം. അങ്ങനെ അത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 4 ബ്ലോക്കാണ് നിങ്ങളെ മെന്റേഴ്സ് പറഞ്ഞു. മൾട്ടിപ്പിൾ MCQ ബേസ്ഡ് ആണ്. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഈ ഒരു കോഴ്സിലെ ലാസ്റ്റ് സബ്ജക്റ്റ് ആയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അതും സെയിം പോലെ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവിഷൻ സെഷൻസും കാര്യങ്ങളും. ഇത്രയും നമ്മൾ 10 മെയ് ആകുമ്പോൾ, മെയ് 10-ാം തീയതി നിങ്ങളുടെ ഈ കോഴ്സിലെ എല്ലാ ലെസൺസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്? നമ്മൾ എല്ലാം കംപ്ലീറ്റ് കണ്ടന്റ് കണ്ടു, വാല്യൂ ആഡ് നോട്ട്സ് നോക്കി, SLM വായിച്ചു, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്തു, വാനിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് മനസ്സിലാകാത്തൊക്കെ റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നുള്ള ദിവസം നിങ്ങൾക്ക് എന്തായാലും ജൂൺ 1-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോലും ജൂൺ 1-ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈകിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ റിവൈസ് ചെയ്യാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഓരോ എക്സാം സ്പെഷ്യൽ സെഷൻസ് ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞ ഓർഡറിൽ തന്നെയായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടാണ്. എക്സാം സ്പെഷ്യൽ സെഷൻസ് പറഞ്ഞാൽ എങ്ങനെ എക്സാം എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എങ്ങനെയൊക്കെ നിങ്ങൾ അതിൽ എന്തൊക്കെ ആൻസേഴ്സ് എഴുതണം, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ലൈവ് സെഷൻസ് എടുത്ത ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മെന്റേഴ്സ് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ തരും. ബാക്കി ദിവസങ്ങളിൽ ലൈവ് സെഷൻസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒന്നും കൂടി പറഞ്ഞു തരണം എന്നൊക്കെ പറയാം. അത് നമ്മളത് ക്ലിയർ ചെയ്ത് ആ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ ആണ് ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത്. ഫെബ്രുവരി 1-ാം തീയതി മുതൽക്ക് നമ്മളുടെ ഈ ഒരു മെയ് 25th വരെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ക്ലിയർ പിക്ചർ ആയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ ദിവസം പഠിക്കണം, കൃത്യമായി പഠിച്ചു പോകാൻ. അവസാനത്തേക്ക് ഒരു ബേർഡൻ വരും. 4 സബ്ജക്റ്റും ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സെമസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു വരുത്തുക. അത് പറ്റിയിട്ടില്ല എന്നെങ്കിൽ ആ ഒരു വീക്ക് കഴിയുമ്പോഴേക്ക് സൺഡേ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ റിവിഷൻ സെഷൻസിന്റെ സമയത്ത് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് റിവിഷൻ സെഷൻസിലൊക്കെ എല്ലാവരും കയറാൻ നോക്കണം മാക്സിമം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്കിന്റെ ഒരു സമ്മറിയാണ് റിവിഷൻ സെഷൻസിന് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കുറേ യൂസ്ഫുൾ ആയിരിക്കും എക്സാം സമയത്തൊക്കെ. അപ്പോൾ എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തോട് കൂടി ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ. ഇതുപോലെ ഫോളോ ചെയ്ത് ലേൺ വൈസിന്റെ കൂടെ നിങ്ങൾ ആ ലക്ഷ്യം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ നിങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ. നിങ്ങൾ എന്ത് ആഗ്രഹത്തിന്റെ പേരിലാണോ ഈ ഒരു കോഴ്സിന് ചേർന്ന ആഗ്രഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ഇത് കഴിഞ്ഞ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കാത്തിരുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതായാലും കണ്ടൊരു ഐഡിയ ഒക്കെ ആയി കാണുമല്ലോ. എന്താണ് ടൈം ടേബിൾ, എങ്ങനെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതിനു വേണ്ടിയാ കാത്തിരുന്നത് അല്ലേ എന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മെന്റേഴ്സിനോട് സ്ഥിരം ചോദിക്കുന്നതാണ്. ടൈം ടേബിൾ എപ്പോഴാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങണം, എനിക്ക് ഓൾറെഡി കുറച്ച് ഗ്യാപ്പായി, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല എന്നൊരു ടെൻഷൻ ആയിരുന്നു നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത്. മിക്കവർക്കും ഇത് തന്നെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ടൈം ടേബിൾ വെച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ സാറ് തന്നെ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഡെയിലി ഇത്ര അവേഴ്സ് മാത്രം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസേ ഉള്ളൂ. നല്ല സ്കോർസ് അറ്റൈൻ ചെയ്യാനും പറ്റും. നമ്മൾ ആ ഒരു ചെറിയൊരു എഫേർട്ട് എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എടുത്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിൾ വരെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നു. ഇനി നിങ്ങളും കൂടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുക കേട്ടോ.
ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് സെഷൻ തൊട്ടേ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ആക്ഷൻ ടാസ്കുകൾ, നിങ്ങളുടെ കുറച്ച് പാർട്ടിസിപ്പേഷൻ എല്ലാം കൂടെ നോക്കി നമ്മളൊരു ബെസ്റ്റ് പെർഫോമൻസ് ആരൊക്കെയാണ് കാണിച്ചതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആക്ഷൻ ടാസ്കുകളുടെയും പിന്നെ നിങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ആക്റ്റീവ്നെസ്സും എല്ലാം നോക്കിയിട്ട് നമ്മളൊരു 3 ആൾക്കാരെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ആദ്യം ഒന്ന് പറഞ്ഞേ, എന്തായി ഈ ബെസ്റ്റ് പെർഫോമർ എന്ന ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ? അതായത് ഫസ്റ്റ് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി അല്ലേ, നമ്മളോടൊത്തുള്ള ഒരു ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു ബെസ്റ്റ് പെർഫോമർ എന്നൊരു പൊസിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥതയോടെ, ഇപ്പൊ ഞാണല്ലോ അയ്യോ ഞാൻ നിസ്സാരമല്ലേ ചെയ്തെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്തത് അത്രത്തോളം എഫോർട്ട് എടുത്തും അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും. അതില് ഇവര് 3 പേര് മാത്രമേ ചെയ്തുള്ളൂ എന്ന് മാത്രം പറയുന്നില്ല കേട്ടോ, ബാക്കിയുള്ളവരെല്ലാരും തന്നെ ചെയ്ത നിങ്ങളുടെ മെന്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ 3 പേരെ സെലക്ട് ചെയ്തു. അവസരങ്ങൾ ഇനിയും ഉണ്ട്, മുന്നോട്ട് കുറെ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എല്ലാം വരുന്നു. എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങളുണ്ട്. എന്നാലും ഈ ബെസ്റ്റ് 3 എടുത്തവരിൽ നിന്ന് ആരാണ് ആദ്യം ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് പറയുക? ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പോലെ. ഫസ്റ്റ് ആരായിരിക്കും? ഹലോ മാം. സ്വാദിഷ്. ഓക്കെ, പറഞ്ഞോ. ഇല്ല, ഇപ്പൊ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളിത് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എങ്ങനെ ഇവിടെ നമ്മൾ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട് അത് തന്നെ അതേ ഫീലിംഗ്. അതായത് നമ്മളിപ്പോ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നു, അല്ലെങ്കിൽ തീരെ ഒരു ബന്ധമില്ലാത്ത ഫീൽഡിൽ നിന്ന് ഞാൻ BBA എടുക്കാൻ വരും. ഞാൻ സയൻസ് പഠിച്ച സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഞാനിപ്പോ ഒന്ന് BBA എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹം വന്നു, അങ്ങനെ BBAയിലേക്ക് കിടക്കുകയാണ്. അപ്പം ഒബ്വിയസ്ലി എനിക്ക് ഒരു ഐഡിയ ഇല്ല, BBA എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ബിസിനസ് എന്നുള്ള ഓർഗനൈസേഷൻ ആ സംഭവം മാത്രം ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇതേപോലത്തെ ആക്ടിവിറ്റീസ് അതേപോലെ ടൈം ടേബിൾസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഓക്കെ നമുക്ക് ഒക്കെയാണ് ഇത് പറ്റുമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇതേപോലെ ഫീലിംഗ് ആയിരിക്കും തോന്നുന്നു. ആദ്യത്തെ ഒരു പുകമയം പോലുള്ളതെല്ലാം മാറി ഒരു ഏകദേശം ഒരു ഐഡിയ ആയോ? ആ ഐഡിയ, അതിന് ഒരുപാട് എന്റെ മെന്റർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നിങ്ങളെല്ലാവരും ഈ ഓരോ സെഷൻസ് മാക്സിമം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓക്കെയാണ്. ഈ ഒരു കോൺഫിഡൻസ് തുടർന്നും കൊണ്ടുപോകുക കേട്ടോ. നമ്മളുടെ ഫസ്റ്റിൽ തന്നെ എത്ര കാണിക്കുന്ന എഫോർട്ടും ആ ഒരു ആത്മാർത്ഥതയും ആക്റ്റീവ്നെസ്സും നമ്മൾ തുടർന്നുള്ള പഠിത്തത്തിലും ആക്ടിവിറ്റീസിലും എല്ലാത്തിലും ഒരേപോലെ തന്നെ കൊണ്ടുപോവുക. ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ കണ്ടല്ലോ, നമ്മള് ജസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പം എനിക്കിപ്പം നമ്മൾ പ്രൊജക്ട് ഒന്ന് കുറച്ച് ബാക്ക് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് തീരാനായതുകൊണ്ട് ഇപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതാണ്. ഇനി പുതിയ പ്രൊജക്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം ടൈം ഗ്യാപ്പ് വരണം എന്നില്ല. അത് മീൻസ് ഉള്ള ടൈം മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ട്രൈ ചെയ്യാം. അതെ, പിന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് മതി. പിന്നെ ഞാൻ ഡെയിലി ഇപ്പോ കുറെ സമയമൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഒരു ഈവൻ ഇഫ് ഇറ്റ് അതൊരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ കൂടെ അതൊന്നും കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം കണ്ട് ആ ഒരു റിലേഷൻ, ആ ഒരു ബുക്സ് ആയിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിട്ടുള്ള ടച്ച് കീപ്പ് ചെയ്ത് പോകാനായിട്ടും, പിന്നെ മെന്ററിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾ എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. പല സ്റ്റുഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിൽ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് പോകുന്ന മെസ്സേജസുകളൊന്നും ചെക്ക് ചെയ്യില്ല. പിന്നെ അപ്പോൾ അവർക്ക് പിന്നീട് അവർ ഫ്രീ ആയി വൺസ് ഇതിലേക്ക് തിരിച്ചു വരുമ്പോ എന്തോ അവർ കുറെ അകലങ്ങളിലേക്ക് എത്തിയ, അവർ കുറെ അകന്നു പോയ പോലെ ഒരു ഫീലാണ് അവർക്കും നമ്മൾക്കും. അപ്പൊ രണ്ടാമത് വീണ്ടും എല്ലാതും റിവൈൻഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ കൂടെ അത് അക്കാഡമിക്സിന് വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക. ഡെയിലി മെന്റർ അയക്കുന്ന മെസ്സേജസുകള് ഒന്ന് ജസ്റ്റ് എന്താ പറയാ കേൾക്കാനായിട്ടും അത് വായിക്കാനായിട്ടും ശ്രമിക്കുക. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് കാരണം കൊണ്ടാണ് പറയുന്നത്. മാം, ഒരു സജഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അപ്ലൈ ആവുമെന്ന് അറിയില്ല. നമ്മളെ ഈ ആപ്ലിക്കേഷൻ ലേൺ വൈസ് ആപ്ലിക്കേഷനിൽ നമ്മൾ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം റീ അറ്റംപ്റ്റ് വരുമ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് വരുന്നതിന് പകരം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറ്റിയാലോ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും.
ഓക്കെ ഓക്കെ ഓക്കെ, അത് നമ്മൾ പറയാട്ടോ, ആ സജഷൻ പറയാം. സെയിം പോർഷനിൽ നിന്ന് തന്നെ അതല്ലേ ഉദ്ദേശിച്ചേ? സെയിം പോർഷനിൽ നിന്ന് വരുമ്പോ അതെ, ഓക്കെ. നമ്മളിപ്പോ ഒരു തവണ അറ്റംപ്റ്റ് ചെയ്ത് അപ്പം നമുക്ക് 2-3 മിസ്സായി പോയി അല്ലെങ്കിൽ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പം ഓൾറെഡി അതിന്റെ ആൻസർ കീ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ആൻസേഴ്സ് അവെയർ ആണ്. പിന്നെ ഇനി പുതിയ വേറൊരു പാറ്റേൺ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ, അത് നമ്മൾ എന്തായാലും അറിയിക്കാം കേട്ടോ. അതായത് കണ്ടന്റ് ടീമിന്റെ അടുത്ത്, നമ്മൾ ടെക്നിക്കൽ ടീമിന്റെ അടുത്ത് പറയാം. പിന്നെ അതിൽ EP എന്ന് പറഞ്ഞ ഒരു സെഷൻ ഉണ്ട്, എക്സാം PD. അപ്പൊ ആ ക്വസ്റ്റ്യൻസോടൊക്കെ ഒന്ന് നോക്കിയോളാം ഭാഗമായിട്ട്. യെസ് മാം, അത് വളരെ യൂസ്ഫുൾ ആണ്. അതിൽ ഒരുപാട് ഓക്കെ, നിങ്ങൾ പാറ്റേൺസ് ഉണ്ട്. ആപ്പിലെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പലരും EP എന്ന് പറയുന്ന സെഷൻ ഒന്നും നോക്കി പോകില്ല, ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടു പോകുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം തോന്നുന്നു. താങ്ക് യു. സ്റ്റാർട്ടിങ്ങില് ഇത് ഇത്രത്തോളം എഫേർട്ട് നിങ്ങൾ എടുക്കുമ്പം അതെന്താണ് നമ്മൾ മുന്നോട്ടും ആ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് ആരാണ്? അടുത്ത ബെസ്റ്റ് പെർഫോമർ. ഇതിൽ നമ്മൾ പഠിത്തത് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്രേഡ് ചെയ്തു എന്നുള്ളത് ഒരു അർത്ഥമില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ പെർഫോം ചെയ്തു എന്നുള്ളതല്ല. നമുക്കും അല്ലെ സ്നേഹ മാം, നമുക്ക് ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇതിന്ന് ബെസ്റ്റ് പെർഫോമറെ ചൂസ് ചെയ്യാൻ. ബെസ്റ്റ് 3 എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇവർക്ക് ആക്ഷൻ ടാസ്ക് കൊടുത്ത പോലെ തന്നെ നമുക്ക് കിട്ടിയൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അവിടെ ആയിരുന്നോ? നോക്കാം ആരാന്ന്. ഇനി നമ്മുടെ അടുത്ത ബെസ്റ്റ് പെർഫോമർ എവിടെ? മാഡം, ഞാൻ അഭിനവാണ്. അഭിനവാണോ? പറയാം. ഇങ്ങനത്തെ കിട്ടിയത് വലിയൊരു കാര്യം. ഞാന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാന് പഠിക്കാൻ വേണ്ടിട്ട് എന്റെ മെന്ററാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കീർത്തന മാം ആണ് എന്റെ മെന്റർ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുക എനിക്ക് എന്താ പഠിക്കേണ്ടി, ഞാൻ എന്താ ചെയ്യേണ്ടിന്ന് ചോദിച്ചിട്ട്, അപ്പൊ മാഡം തന്നെ എനിക്ക് ടൈം ടേബിൾ തന്നു. എന്ന് വെച്ചാല് ഇത് പഠിക്കാൻ വേണ്ടിട്ട് ബിസിനസ് ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിലെ അത് സ്റ്റാർട്ട് ചെയ്തോ പറഞ്ഞിട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഇപ്പം ഒരു ലെസണില് 4 വീഡിയോസ് കണ്ട് അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? വന്ന അഭിനവനും ഇപ്പൊ ഉള്ള അഭിനവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറെ ഇത് കോൺഫിഡന്റ് ആയി. ഇപ്പൊ ഇവിടെ പോവാണെങ്കിലും നമ്മൾ ആ ഒരു ബേസ് മാത്രമാണല്ലോ, +2 ബേസ് മാത്രമാണല്ലോ. അങ്ങനെ നോക്കുമ്പോഴും ഒരു വർക്ക് ചെയ്യണാണ്, ഒരു കമ്പനി വർക്ക് ചെയ്യാം. അപ്പൊ അവിടെയാണെങ്കിലും നമ്മളൊരു ഇതിലാണ് നിക്കണത്. +2 ബേസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കൂടി. നമ്മളൊരു വർക്ക് എടുക്കുമ്പോ ആണെങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു ഭാഗമായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. ആപ്പിൽ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ടോ? ആപ്പിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നത്. SLM ആണ് ഒന്ന് വായിക്കാൻ ഒരു പ്രയാസമുള്ളൂ. പിന്നെ വാല്യൂ ആഡ് നോട്ട്സ് ആണ് ഞാൻ കൂടുതൽ നോക്കിയത്. അതാകുമ്പോൾ ആ ക്ലാസ്സിലുള്ള അതേമാതിരി തന്നെ ഉണ്ട് അതില്. അപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. SLM ആകുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് മാതിരിയല്ലേ? SLM നമ്മുടെ ടെക്സ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ബൈ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വരും. അതുവരെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ സോഫ്റ്റ് കോപ്പിയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് എളുപ്പം വാല്യൂ ആഡ് നോട്ട് നോക്കാൻ വേണ്ടിട്ടാണ് എളുപ്പം. നമ്മളെന്താ വെച്ചാൽ SLM വായിക്കാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്കിനൊക്കെയാണല്ലോ ക്വസ്റ്റ്യൻസോള് വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിൽ വേണമല്ലോ. അതാണ്. ഫാത്തിമ, താങ്ക് യു കേട്ടോ. ഫാത്തിമ നമുക്ക് ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ടെസ്റ്റിന്റെ ബേസിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ആക്ഷൻ ടാസ്ക് കൊടുത്തിരുന്നു. ആ 7 ആക്ഷൻ ടാസ്കും നല്ല രീതിയിൽ, അതായത് കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്തവരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ചൂസ് ചെയ്തത് കേട്ടോ ഫാത്തിമ. നമുക്ക് 2-3 പേരുടെയും കൂടി ഫീഡ്ബാക്ക്. അപ്പൊ ഈ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ പറയാ, ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് തരുന്നു. നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവർക്കും ഇതേപോലെ പെർഫോമേഴ്സ് ആവാൻ, അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാനായിട്ട് ഇനിയും ഒരുപാട് കോമ്പറ്റീഷൻസും ഇനി ഒരുപാട് മന്ത്ലി നിങ്ങളുടെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവസരമുണ്ട്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് അറിയണമെന്നുണ്ട്. ഇപ്പൊ സ്വാദിഷും അഭിനവും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബിഫോർ ലേൺ വൈസ് ആൻഡ് ആഫ്റ്റർ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിന് മുമ്പും
ലേൺ വൈസിന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കാഡമിക്കിൽ നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോ നിങ്ങൾ പേരെടുത്ത് വിളിക്കുന്നില്ല, കാരണം സെഷൻ 8 ആയി. നമ്മളിനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്ത് അത്രയ്ക്കും ആക്സസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് വരാം, ഓരോരുത്തർക്കായിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആരാണ് വരുന്നത്? ഈ ഒരു നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ താല്പര്യപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഇതിന്റെ പാട്ടായത്, നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ജോയിൻ ചെയ്തതും. പക്ഷെ എപ്പോഴും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു പുഷ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ മാതിരി ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് കിട്ടിയത്. ആ ഒരു പുഷ് ഉള്ളത് കൊണ്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലതിലോട്ടും നമുക്ക് എത്താൻ പറ്റാറില്ല. ഇപ്പം ഡെയിലി നമുക്ക് കിട്ടുന്ന ആ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് അത് ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്. നല്ലൊരു പുഷ് തന്നെയാണ്. എങ്ങനെയെങ്കിലും അത് ചെയ്യണം എന്നുള്ള രീതിയിലല്ല നമ്മുടെ മെന്റേഴ്സ് ആരും ചെയ്തു തരുന്നത്. ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നതും അത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അങ്ങോട്ട് താങ്ക് യു പറയുന്നു. നമുക്കും ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ പറഞ്ഞ ഇത്രയും അഭിപ്രായം കിട്ടുമ്പോൾ. പിന്നെ ഇനിയുള്ള യാത്രകളിലും നിങ്ങളുടെ കൂടെ മെന്റേഴ്സ് ഉണ്ടായിരിക്കും, ഞങ്ങൾ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം നിങ്ങളും യാത്ര തുടരണം കേട്ടോ. ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ. നമുക്കിനി ഇതുവരെയുള്ള നിങ്ങളുടെ യാത്രകളുടെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയൊരു സെക്കൻഡ് മാത്രമുള്ള ഒരു ചെറിയൊരു വീഡിയോ, അതായത് നിങ്ങളുടെ സെഷൻ 1 മുതൽ സെഷൻ 7 വരെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള യാത്ര, ആ യാത്രേനെ നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടു വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കേൾക്കാം. അപ്പൊ എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? നമുക്ക് ആ ചെറിയൊരു ക്ലിപ്പിംഗ് കണ്ടിട്ട് വന്നാലോ? വണ്ണ് മുതൽ സെഷൻ 7 വരെയുള്ള നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയതാണ്. നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നിങ്ങളിപ്പോ അതിൽ നിന്ന് പലരും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയി മാറി. ഇനി ബാക്കിയുള്ളവർ ബെസ്റ്റ് പെർഫോമേഴ്സ് ആവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. നമ്മളെ പിക്കൊന്നും ഇല്ലല്ലോ. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നോ? ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളവർ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സംസാരിക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരുപാട് സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ഇതേപോലെ നമുക്ക് നിങ്ങളുടെ മുഖങ്ങൾ വീണ്ടും കാണാം കേട്ടോ. അല്ല, സ്വാദിഷിന്റെ പിക്കില്ലെങ്കിൽ എങ്ങനെയാ? ഈ പേര് നിറഞ്ഞിരിക്കുവല്ലേ? അതെ 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 അതെ, സ്വാദിഷിന്റെ പേര് ഇപ്പൊ ബാച്ചിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതേപോലെ റിവ്യൂസുകൾ കേട്ടാലോ, ഫീഡ്ബാക്സുകൾ കേട്ടാലോ? നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെഷന്റെ അത്ര ഒരു ആക്റ്റീവ്നെസ് ഇവിടെ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? 8ാമത്തെ സെഷനിൽ എത്തിക്കും ടയേർഡായോ? അതോ ഇനി അക്കാഡമിക്സ് തുടങ്ങണ്ടേ എന്നുള്ള ആലോചനയിലാണോ? ഗുഡ് ഈവനിങ്. ഞാനേ നല്ല ബിസി ആയി പോയി, അതാണ്. ഡ്യൂട്ടിയിലാണ്. അപ്പോ അതായത് കുറെ സെഷനൊന്നും ചിലപ്പോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
അതായത് ഇപ്പൊ അതായത് ലേണേഴ്സിനെ കുറിച്ച്, അതായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലിയ, അതായത് ഇത് ഇങ്ങനൊരു എഡ്യൂക്കേഷന് വേണ്ടിയുള്ളത് ചെയ്ത് തന്നെ അവരെ ശരിക്കും നമ്മള് അഭിനന്ദിക്കണം. കാരണം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് മനസ്സിലായത്, ഞാൻ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഇത് ഏകദേശം ക്ലാസ് റൂം അല്ല എന്നുള്ളൂ, പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതായത് ഫോളോ ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമിലെ. ഒരു ഹലോ, ക്ലാസ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. നമുക്കൊരു, അതായത് ഇപ്പോ ജസ്റ്റ് ഞാൻ പറയാ, ഇപ്പോ സ്വാദിഷ് ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിൽ തെരഞ്ഞെടുത്തുകൊണ്ട്, അതായത് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഞാൻ എല്ലാവരെയും അതിൽ തെരഞ്ഞെടുത്ത ആളുകളൊക്കെ അഭിനന്ദിക്കുകയാണ്. കാരണം അതായത് നമുക്കപ്പോ ഇത് കാണുമ്പോൾ ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് കൂടുതൽ മാർക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൂടി അതൊക്കെ പണ്ട് പഠിച്ച ആ ഒരു കാലഘട്ടം ഓർമ്മ വരികയാണ്. കാരണം നമുക്ക് ശരി, അടുത്ത പ്രാവശ്യം നമുക്ക് ആവണം എന്നുള്ളൊരു ആഗ്രഹം വരും. അങ്ങനെ ആവണം, ആഗ്രഹം സഫലീകരിക്കണം. അടുത്ത ഒരു മന്ത്ലി മീറ്റിംഗില് നിങ്ങളുടെ മെന്റർ ഞങ്ങളോട് വന്നിട്ട് പറയണം മുഹമ്മദ് അലി ആണ്. യെസ് 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 യെസ്. അതേപോലെ മെന്റർ ഇപ്പൊ ഹിബ മാം ആണ് ഞങ്ങളെ മെന്റർ. നല്ല, അതായത് നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന ചില ടീച്ചർമാരുണ്ട്. എല്ലാ ടീച്ചർമാരും ഒരുപോലെ ആവില്ല. എല്ലാ ടീച്ചർമാരും ക്ലാസ് എടുത്ത് അങ്ങനെ പോകും. ചില ആളുകൾ നമ്മളെ ഫോളോ ചെയ്തിട്ട് എന്താ ഈ പഠിക്കാത്തത്, എന്താ കണ്ടിന്യൂ ചെയ്യാത്തത്, ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയണം, നമ്മളെ ഫോളോ അപ്പ് ചെയ്യണോണ്ട്. കാരണം നമ്മള് ഇപ്പോ ഇതില് മാം തന്നെ പറഞ്ഞു, നമ്മള് ചിലപ്പോ ഇങ്ങനെ ഈ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാതെ അങ്ങനെ ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിന്റെ ടച്ച് വിടും, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. അതൊരു സത്യമാണ്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറയാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണം, നമ്മളെ ഇംഗ്ലീഷ് മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഇംഗ്ലീഷിന്റെ ഇതിൽ ഞാൻ അതായത് അഡ്മിഷൻ എടുത്തു. അതിനുശേഷം കുറച്ച് ദിവസമൊക്കെ ഒരു ഫോളോ അപ്പ് കിട്ടി. പിന്നെ എനിക്ക് അതിന് തീരെ ഫോളോ അപ്പ് ഒന്നുമില്ല. ഒരാദ്യം പറഞ്ഞത് അതുപോലെ ഞാൻ ആ ഫീസ് മാത്രം അടച്ചു എന്നല്ലാതെ വേറെ ഒരു കാര്യം അതിൽ പിന്നെ ചെയ്തില്ല. പിന്നെ എന്നെ ഫോളോ ചെയ്തില്ല, ഞാൻ അവരെയും ഫോളോ ചെയ്തില്ല. കാരണം അങ്ങനെ വിട്ടുപോയി. കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം വെച്ചാല് നമ്മൾ ടച്ച് വിട്ട് കഴിഞ്ഞാല് ഒരിക്കലും പിന്നെ നമുക്കത് പിന്നെ അതിലോട്ട് എത്താൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് ആ ടച്ച് വിട്ട് എന്തായാലും നമ്മൾ ഓക്കെ, നമ്മളൊക്കെ ഈ ബിസി ജോലി സംബന്ധമായിട്ടും ഒക്കെ ബിസിയാണല്ലോ. പിന്നെ നമ്മൾ വിചാരിക്കും അടുത്ത വർഷം ചെയ്താൽ പലരുടെയും ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പഠിച്ചിട്ടില്ലല്ലോ, അത് കാരണം എന്താ മെന്ററിനോട് പറയാന്നൊക്കെ വിചാരിച്ചിട്ട് പലരും കോൾസ് എടുക്കില്ല. പിന്നീട് അത് ശീലമായി മാറും. അതായത് ഇപ്പൊ അടുത്ത പ്രാവശ്യം വിചാരിക്കും പഠിച്ചിട്ടെടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഇരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് പതുക്കെ നമ്മൾ ഈ മെസ്സേജസുകളൊന്നും ചെക്ക് ചെയ്യാത്തൊരവസ്ഥയാവും. പിന്നെ നമുക്ക് നോക്കുമ്പോ അയ്യോ ഇനി ഇതിലോട്ട് തിരിച്ചു വരും നടക്കില്ല എന്ന് തോന്നുന്നു, നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്താലോ, എവിടെയാ നിക്കണേ, എവിടെ എത്തി, പഠിത്തം എവിടെ എത്തി, ലേൺ വൈസ് എവിടെ എത്തി, ഇഗ്നോ എവിടെ എത്തി, അപ്പോ നമുക്ക് തോന്നും ക്വിറ്റ് ചെയ്താലോ എന്നുള്ള ചിന്ത വരും. അതാണ് നമ്മൾ പറയുന്നത്. അതെ അതെ അതെ, അത് വളരെ കറക്റ്റ് ആണ്. അതായത് ഞാൻ തന്നെ ഇപ്പൊ ഈ ഒരു ആദ്യ എല്ലാ സെഷനിലും പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഇടയിൽ ബിസി ആയപ്പോ ഞാൻ കുറച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് അതില് ഇതേപോലെ ഹിബ മാം ഇങ്ങനെ ഓരോ ദിവസം എന്തുകൊണ്ട് പങ്കെടുത്തില്ല, എന്താ ആ ഒരു ചോദിക്കണോണ്ടാണ് നമ്മൾ പിന്നെ അടുത്തതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇത് വരുന്നത്. അതെ നമ്മളൊരാള് നോക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അതൊരു ശകാരമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ നമുക്ക് അതിലോട്ട് ജോയിൻ ചെയ്യണം എന്ന് തോന്നും. അയ്യോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരുടെ എന്താ നമ്മുടെ പിന്നിൽ ഒരാളുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് വരുമ്പോ നമുക്ക് തോന്നും നമുക്ക് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം, വീണ്ടും ട്രാക്കിലോട്ട് വരാം എന്ന് തോന്നും. അതെ, പിന്നെ ലേൺ വോയ്സിന്റെ എല്ലാവരും, അതായത് എല്ലാവരും മാം അടക്കമുള്ള എല്ലാവരും, അതായത് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാല് നമ്മളെക്കാൾ ആത്മാർത്ഥതയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെക്കാള് അതായത് നമുക്ക് മനസ്സിലായ ടീം മൊത്തം കേട്ടോ, അതായത് അഡ്മിഷൻ ടീം ആണെങ്കിലും ഒക്കെ നമ്മൾ ഏത് സമയം റിപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനെ കറക്റ്റ് അതിന്റെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അശ്വനി മാം ആണ് ഞാൻ ആദ്യം ഇതില് ഈ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് ഒക്കെ നല്ല രീതി. അതായത് നമുക്ക് അതിന്റെ നമ്മളെക്കാൾ ആത്മാർത്ഥത നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ ആ ടീമിന് മൊത്തം
ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ് കൊണ്ട്. അതായത് ഓക്കെ, അതിനെ പ്രത്യേകം നമ്മളെ നന്ദി അഭിനന്ദിക്കുകയാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു, ഒരുപാട് താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. ഞാൻ ഇനി അതിൽ വേറെ ആൾക്ക് അവസരം കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവരോടും താങ്ക്സ്. ഓക്കെ. ഞാനും ഈ പറഞ്ഞ മാതിരി ഇഗ്നോയില് ഫസ്റ്റ് ഡിഗ്രി കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വന്നപ്പോ വീണ്ടും ഇഗ്നോയില് ജോയിൻ ചെയ്തതാ. ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആരും ഒന്നും ആ ടൈമിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇഗ്നോയില് ആ സമയത്ത് ഒരു കോച്ചിങ് കിട്ടൂന്നാ ഒന്നും അറിയില്ലായിരുന്നു. അത് കാരണം തന്നെ അസൈൻമെന്റ്സ് എങ്ങനെ വെക്കണോന്ന് എങ്ങനെ പഠിക്കണോന്നും ബുക്സ് ഒക്കെ വന്നു വീട്ടില്. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കിയില്ല. അങ്ങനെ ആ ഒരു 2 വർഷത്തെ വീണ്ടും ഗ്യാപ്പിന് ശേഷമാണ് ഇനി എങ്ങനെയെങ്കിലും പഠിക്കണമല്ല ആ ഒരു ഇതില് വീണ്ടും വീണ്ടും ഇങ്ങനെ തപ്പി തപ്പി വന്നപ്പോഴാണ് ലേൺ വൈസ് കണ്ടത്. ലേൺ വൈസിൽ പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഇതാണ് നല്ലതെന്ന് തോന്നി. പക്ഷെ അത് തെറ്റായില്ല. എനിക്ക് കിട്ടിയ മെന്റർ കീർത്തന മാമാണ്. മാം പിന്നെ മാമിന്റെ ഒരു പുഷ് കൊണ്ടിട്ട് നല്ലോണം മാമിന്റെ ആ എനർജി കേൾക്കുമ്പോ തന്നെ പഠിക്കണമെന്ന് തോന്നും. അതുപോലെ തന്നെ ആപ്പില് നമ്മള് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഇത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് ആപ്പ് തുറക്കുമ്പോ തന്നെ ഒന്നും മനസ്സിലായിരുന്നില്ല എന്താണെന്നൊന്നും. കാരണം കുറച്ച് ടച്ചൊക്കെ വിട്ട് എല്ലാം വന്നതല്ലേ. അപ്പൊ ഇനി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങണ എന്ന് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഈ ഓരോ മാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അതില് SLM ആയിക്കോട്ടെ വാൻ ആയിക്കോട്ടെ എല്ലാം നോക്കി വന്നപ്പോ യെസ് നമുക്ക് എല്ലാം യൂസ്ഫുൾ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് അത് മതി. നമുക്ക് ഇത്രയും ഒരാളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യണ പോലെ അതാണിപ്പോ ശരിക്കും ലേൺ വൈസ് ചെയ്യണത്. അത്രയും നമുക്ക് ചെയ്തു തരാൻ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോ ഇനി നമ്മള് അത് പരമാവധി ഞാനത് യൂസ്ഫുൾ ആക്കണം എന്നാണ് എനിക്ക് എന്നോട് തന്നെ ഉള്ളൂ. എന്നാ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാമിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. അത് കാരണം നല്ല ഒരു ടെൻഷൻ ഇപ്പൊ പോയി. അല്ലാണ്ട് ഫസ്റ്റ് ലേൺ വൈസ് ജോയിൻ ചെയ്തപ്പോ എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പാണോ എന്ന് ഞാൻ ചിന്തിച്ച്. എന്താ വെച്ചാല് വീട്ടിൽ പറഞ്ഞു. പക്ഷെ വീട്ടില് എല്ലാവർക്കും ഇത് എന്താണെന്നറിയില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള ഒരു ഇത് മാത്രം ഉണ്ടായുള്ളൂ. ഇഗ്നോ അറിയാം, പക്ഷെ അങ്ങനെ ഓരോ കോച്ചിങ് പ്ലാറ്റ്ഫോം എത്രത്തോളം ജെന്യുവിൻ ആയിരിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ ഇപ്പൊ ഹാപ്പിയാ. കുറച്ച് സെക്ഷനൊക്കെ, കാരണം ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അത് കാരണം അധികം സെക്ഷൻ ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഹാപ്പിയാണ്. താങ്ക് യു കീർത്തന മാം, പിന്നെ എല്ലാവരോടും. ഓക്കെ, നീ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണം കേട്ടോ. കീർത്തന മാമിന്റേതായിട്ടുള്ള എന്താ പറയാ പുഷിങ് അങ്ങോട്ട് തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഹാപ്പിയാ മാമിനെ കൊണ്ട്. അതെ അല്ലെ. കീർത്തന മാം ഇവിടെ ഉണ്ട്. കീർത്തന മാം നമ്മുടെ അണിയറയിലുണ്ട്. കീർത്തന മാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടും തുടർന്നുകൊണ്ട് പോട്ടെ കേട്ടോ. താങ്ക് യു. എന്റെ പേര് നിസാറ്. ഞാൻ ഈ പറഞ്ഞോട്ട് സെഷൻസിലൊന്നും അധികം ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു 3 സെഷൻസേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതില് കഴിഞ്ഞ ദിവസം സെഷൻ ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞോട്ട് ഈ ഗ്യാപ്പ് വന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ മെന്റർ കീർത്തന മാമാണ്, നല്ല സപ്പോർട്ടിങ് ആണ്. നമുക്കിപ്പോ ഈ പറഞ്ഞോട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് വീഡിയോ കണ്ട് അതൊക്കെ ഒരു നോട്ട് എടുത്ത് നോട്ടിലൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കാനൊക്കെ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ഇനിയിപ്പോ എങ്ങനെ എന്താവുമെന്നൊന്നും അറിയില്ല. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. ഭയങ്കര ടെൻഷനായിരുന്നു. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഡിഗ്രി BCom ആയിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പൊ BBA ചേർന്നതാണ്. അപ്പൊ ഇപ്പൊ ഒത്തിരി വർഷമായി. രണ്ടാമത് ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ട് സത്യത്തില്. പിന്നെ ഇപ്പൊ കീർത്തനമാം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ പോലും മുന്നോട്ട് പോട്ടോ.
ഇനി അങ്ങോട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും കാര്യങ്ങളും കൂടിയൊക്കെ ആവുമ്പോൾ ടെൻഷൻ പരമാവധി കുറയും. പിന്നെ ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ മെന്റേഴ്സ് എല്ലാ കുട്ടികളോടും പറയാറുള്ളത്, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് പഠിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടാസ്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിനപ്പുറം വലിയ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അത്രയും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പഠനം എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ള സംഗതിയല്ല. അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ടെൻഷൻ അടിക്കാനായിട്ട്, അതായത് എക്സാം കഴിയുന്ന വരെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ എടുത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചോളൂ. അതിനു മുമ്പ് നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു എക്സാമിനെ മുഴുവനായിട്ട് നിങ്ങളെ ബാധിക്കും. അപ്പൊ അതുവരെ നിങ്ങൾക്ക് എന്താണോ പഠിച്ചത്, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, അത് പോയി നിങ്ങൾ എഴുതാനായിട്ടുള്ള ഒരു കറേജ് നിങ്ങൾ കാണിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിച്ചോളൂ, ചിന്തിച്ചോളൂ. അപ്പൊ പിന്നെ ബാക്കി നമ്മുടെ ചിന്തകൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ എക്സാംസിനെ എഫക്ട് ചെയ്യില്ല കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കരുത്, ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കേട്ടാ. താങ്ക് യു കേട്ടോ. ഞാന് പല ക്ലാസ്സുകളിലും മീറ്റിംഗ് കയറുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഹിബാമാണ് പുള്ളി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നല്ലോണം. കാര്യങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് തിരക്കുന്നുണ്ട്. ഞങ്ങളുടെ എന്താ പറയുക, എന്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഇഷ്ടം ഇടയ്ക്ക് നല്ല തിരക്കായിരുന്നു. ഈ മെഡിക്കൽ ഷോപ്പാണ്. അപ്പം അതിനിടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം. ഓൾറെഡി ഞാൻ ഷോപ്പിലാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ കസ്റ്റമർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും മീറ്റിങ്ങുകളിലൊക്കെ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്തായാലും നമ്മള് എന്താ പറയുക, പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ തരുന്നത്. അത് 100% ഷുവറാണ്, യാതൊരു വ്യത്യാസമില്ല. വളരെ നല്ല രീതി. മറ്റൊന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ജസ്റ്റ് അവര് എന്താ പറയുക, നേരത്തെ ആരാണ്ട് ഇംഗ്ലീഷ് മെത്തേഡ് കാര്യം പറഞ്ഞോട്ട് നമ്മളെ പിന്നെ അതിനൊരു ഫോളോ അപ്പ് അല്ലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരിതില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഈ മീറ്റിംഗ് അഥവാ കയറിയില്ലെങ്കിലും തൊട്ട് കുറെ തന്നെ ഇപ്പം വിളിച്ചിട്ട് പറയും ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പലതവണ എല്ലാ മീറ്റിങ്ങുകളിലും അത് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ നല്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഇതാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ തരുന്നത്. തീർച്ചയായിട്ടും തുടർന്നും ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാക്കി നമ്മൾ എന്താ പറയുക, മുന്നോട്ട് വരുന്നതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് നമ്മൾ പറയാവുന്നതായിരിക്കും. സന്തോഷം, ഇത്ര കേൾക്കുന്നതിൽ സന്തോഷം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ തുടർച്ചയായി മുന്നോട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ തന്നെ കാണും. പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന എഫേർട്ടും ആക്റ്റീവ്നെസ്സും ഞങ്ങൾ മുന്നോട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വർക്ക് ചെയ്യാതെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പാരലായിട്ടാണ് ഞാൻ BBA എടുത്ത്. അപ്പൊ എനിക്ക് എന്നെ കോഴ്സായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എടുത്ത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഗൈഡ് വൈസ് വഴി. കാരണം എനിക്കറിയാം കോളേജിൽ എനിക്ക് ഇത്രയും ഒരു ആരും വിളിച്ചു ചോദിക്കാൻ നമ്മൾ പഠിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. പക്ഷെ ഞങ്ങളെ മെന്റർ നമ്മള് പറഞ്ഞ പോലെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും, നിങ്ങൾ കയറിയില്ലെന്ന് ചോദിക്കും, പഠിച്ചോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് ഹാപ്പിയാണ്. നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ഇത് വരും. നല്ല ഇതാണ്. ഇച്ചിരി കോൺഫിഡൻസ് ആയില്ലേ പഠിത്തം എങ്ങനെ പോകും എന്ന രീതിയിൽ? ഇഗ്നോടെയാണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ എന്താ ഓൺലൈനായിട്ടാണ്, അപ്പം എങ്ങനെയാണ് ഞാൻ പഠിച്ചെടുക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഇപ്പൊ ആയില്ലേ ഏകദേശം? ജസ്റ്റ് ടൈം ടേബിൾ ഇപ്പൊ ഇന്ന് കിട്ടുമ്പോ അതനുസരിച്ച് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഗുഡ് ഈവനിങ് മാം. പറയൂ. പേര് സ്മിത എന്നാണ്. ഞാൻ ലാസ്റ്റ് സെക്ഷൻ ആയപ്പോഴത്തേക്കാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേരൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതുകൊണ്ട് ജസ്റ്റ് ജോയിൻ മീറ്റിംഗ് കൊടുത്തോണ്ടാണ് നെയിം ഇല്ലാത്തത്. ഞാൻ ലാസ്റ്റ് A7 കഴിഞ്ഞ സെക്ഷൻ തൊട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. +2 കംപ്ലീറ്റ് ചെയ്തായിരുന്നു. BCom ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ പോയി, കംപ്ലീറ്റ് ആയില്ല. അപ്പൊ അത് കഴിഞ്ഞിപ്പോ ഒരു ചെറിയ കോഴ്സ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ഡിഗ്രി ഒന്ന് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നി. ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് സെൽഫായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ലേൺ വൈസിന്റെ ഒരു ആഡ് കണ്ടു. ആഡ് കണ്ടിട്ട് ജസ്റ്റ് എൻക്വയറി ചെയ്യാം മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ആണ് ചെയ്തത്. പക്ഷെ അവിടുന്ന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചു. പിന്നീട് കീർത്തനമ്മയാണ് കോണ്ടാക്ട് ചെയ്തത്.
കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സംസാരിച്ചപ്പോഴത്തേക്ക് അത്ര വലിയ സപ്പോർട്ട് ഒന്നുമില്ല, കാരണം ആർക്കും വലിയ അറിയത്തില്ല. പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാഡമാണ്, കീർത്തന മാം ആണ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ മാം പറയുന്ന രീതിയിലൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണുണ്ട്. 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തു. ക്ലാസ് ഒക്കെ ജസ്റ്റ് കേട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി എല്ലാം ഒന്ന് ഫോളോ അപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റാർട്ടിങ് ഇതുണ്ട്. പക്ഷെ ഓക്കെ ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പേടിക്കാനൊന്നുമില്ല, കോൺഫിഡൻസോട് കൂടി ഇരുന്നു. കാരണം ഇപ്പൊ ഓൾറെഡി ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞപ്പോ കേട്ടില്ലേ, അവരും തുടക്കത്തിൽ ഈ ഒരു മെന്റാലിറ്റിയിലാണ് അവരും നിന്നത്. പക്ഷെ ഇപ്പം ഒരു ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തപ്പോഴത്തേന് അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ആയി. ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ ഇന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ പേടിക്കാനില്ല, എന്നെ കൊണ്ട് കഴിയുന്നതാണ് എന്നൊരു ധാരണ ഇപ്പൊ കോൺഫിഡൻസ് അവർക്കായി. അതേപോലെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ പറയുമല്ലോ, ഒരു അത്രേമേ ഉള്ളൂ. അതിപ്പോ ലാസ്റ്റ് ഒരു സെഷൻ ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഓക്കെ ആകും. കണ്ടിന്യൂസ് ഒരു 2-3 പ്രാവശ്യം ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ ഈ സെഷൻസിന്റെ ഒക്കെ ഒന്ന് ഇത് കണ്ടാൽ മതി. റീവൈൻഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻസ് അപ്ലോഡ് ആയിട്ടുണ്ടല്ലോ യൂട്യൂബില്. മാമിനോട് അല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, മാം അത് ഷെയർ ചെയ്ത് തരും. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഇഗ്നോയുടെ ഡീറ്റെയിൽസും ലാൻഡ്മാർക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ അറിയാൻ പറ്റും. പിന്നെ ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. അപ്പം ഒരു നല്ല കേട്ടോ, ആ ഒരു നല്ല കോൺഫിഡൻസോട് കൂടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ഇന്നത്തോട് കൂടി നമ്മുടെ വൈൻഡപ്പ് ആണ്. നാളെ മുതൽ നിങ്ങൾ റിയാലിറ്റിയിലോട്ട് കടന്നു. ഇത്രയും നാളെ നമ്മൾ ഈ ഒരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷനിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നമ്മള് ഇനി നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് പോവാണ്. അപ്പൊ അതിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കി, നമ്മൾ സെഷൻ 1 ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പതിയെ 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 ഈ ഒരു ട്രാക്കിലോട്ടേക്ക് നിങ്ങളെ കൊണ്ടുവരിക. ട്രാക്കിലോട്ട് നിങ്ങളെ ആക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ഒരു ഓട്ടം നമ്മളും ഒരുമിച്ചായിരിക്കും. അതില് ഇപ്പം ഞങ്ങൾ കാണും സപ്പോർട്ടിന്, പിന്നെ ഞങ്ങൾ കാണും. മുന്നേ ഓടേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ കേട്ടോ. ഇന്ന് നമ്മള് ഇപ്പൊ ഈ സെഷനിന്റെ പേര് പറയുന്ന പോലെ തന്നെ സ്വിച്ച് ഇറ്റ് ഓൺ. അപ്പൊ സ്വിച്ച് ഇറ്റ് ഓണിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ വെർച്വലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഒരു ദീപം തെളിയിക്കും, അല്ലെങ്കിൽ ഒരു പ്രകാശം വരും. അതിന്റെ ഭാഗമായിട്ട് വെർച്വലി നമ്മൾ എന്ത് പറയാണ്, സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞൊരു സെഷൻ വെച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തന്നു. ഇനി ആ ടൈം ടേബിൾ തുറന്ന് അതിന്റെ പ്രകാശം നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്തിക്കേണ്ട ആദ്യ ചുമതല നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ടൈം ടേബിൾ നിങ്ങൾക്ക് ഇന്നോ നാളെ കാലത്തോ ആയിട്ട് ഏർലി മോർണിംഗ് ആയിട്ടോ നിങ്ങളുടെ മെന്റേഴ്സ് അത് ഷെയർ തരും. അതിൽ പറഞ്ഞ പോലെ അല്ലെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കാൻ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചെത്തുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം എന്ത് പഠിക്കാൻ പറ്റുമോ അത് നിങ്ങൾ പഠിച്ചു പോവാം. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ പഠിച്ച് എന്തായാലും നിങ്ങൾ പോണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെല്ലാവരും പറയുന്ന ആഗ്രഹിക്കുന്ന പോലെ തന്നെ 3 വർഷത്തിനുള്ള ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ BBA എല്ലാ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ സെഷൻസിലും ഞങ്ങൾക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ, എനിക്കും സ്നേഹമാമനും ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, നമ്മുടെ ലേൺ വൈസിന്റെ കോർ ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോ ഇതേപോലെ രീതിയിലുള്ള സെഷൻസോളും നിങ്ങൾക്ക് ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഞങ്ങൾക്ക് തരുന്ന ഒരു ബാക്കപ്പ്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് തരുന്ന പോലെ തന്നെ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന് ഒരു ബാക്കപ്പ് ഉണ്ട്. അപ്പൊ നേരത്തെ സ്നേഹമ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുഹമ്മദ് അമ്മൻ ചാണ്ടി സാറ്, നൗഫൽ സാർ, ആൾക്ക് പല തിരക്കുകൊണ്ട് ആൾക്ക് മീറ്റിംഗ് ഇന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിൻസി മാം മെന്റർഷിപ്പ് ടീം ലീഡ്, കുറച്ചു മുമ്പ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള അശോക് സാർ, കോഴ്സ് കോർഡിനേറ്റർ, അങ്ങനെ ഒത്തിരി പേര് ഇതിന്റെ പിന്നില് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങള് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്.
അതിൽ നിന്ന് നിങ്ങൾക്കൊരു ബെനിഫിറ്റ്, ഈ ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഇൻപുട്ട് നല്ലൊരു ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾ പടുത്തുയർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ്ലി ഒരു എഫേർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ മെന്റേഴ്സായിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ, കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാട്സപ്പിലൂടെയെങ്കിലും നിങ്ങളുടെ, അത് വിചാരിച്ചിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യരുത് എന്നുള്ളതല്ല, ആ കോൾസ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം മെന്റർ വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഒരു കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുന്ന പോലെ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യരുത്. മാമിന് തിരിച്ചൊരു മെസ്സേജ് അയക്കും, മാം ഞാൻ തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ഇന്നതാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. നെക്സ്റ്റ് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നും വരുന്ന എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ, അല്ലാതെ നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എന്ന രീതിയിലല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ആദ്യം ഒരു ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിന്ന് പോകാതിരിക്കാനാണ് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ എന്താണ് തറോലി നിങ്ങളെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങളത് ബുദ്ധിമുട്ടായിട്ട് കരുതാനല്ല, യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, മാം ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അടുത്ത ആഴ്ച പഠിച്ചതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ അടുത്ത ആഴ്ച മാമിന് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം തോന്നും. പക്ഷെ ഓരോ പ്രാവശ്യം നിങ്ങൾ കോൾസ് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജസ് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുള്ളി അതിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നൊരു ഇതിലേക്കേ പോവുള്ളൂ. പിന്നീട് നിങ്ങൾ തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോ നല്ലൊരു സെഷൻ ആയിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ജേണി നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. അതെ, ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾ ഒരു സ്ഥിരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനിയും നമുക്ക് കാണാം. ഇനിയും വരുന്ന ഒരുപാട് സെഷൻസിൽ നമുക്ക് വീണ്ടും കാണാം. അന്ന് ഈ പലരുടെ പേരുകളും ഇന്ന് കുറച്ചു പേരുടെ പേരുകളൊക്കെ മനസ്സിലുണ്ട്. അതെ, മനസ്സിലുണ്ട്. ഇനി നിങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരുടെ പേരുകളും നമ്മുടെ മനസ്സിൽ ഒരു ഭാഗമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ